പൊന്മാൻ എന്ന പേര് നമുക്ക് എന്താണ് സമ്മാനിക്കുന്നത്, അതുപോലെ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ സമ്മിശ്രമായി പങ്കുചേർത്ത ഒരു സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാം അതിലെ നായകൻ ആരാണെന്നൊക്കെ അറിയാം. അപ്പോൾ മീനിന് വേണ്ടി ഉള്ളിടുന്ന നീലപ്പൊന്മാനല്ല, സ്വർണം പിടിക്കാനായി പറന്നു വരുന്ന സ്വർണ്ണ പൊന്മാനാണ് അതെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന പൊന്മാൻ എന്ന് പറയാം. അപ്പോൾ ബേസിൽ ജോസഫ്, സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള സമയമാണെന്നറിയാം. കാരണം ഇന്നലെ തിയേറ്ററുകളിലെത്തിയ സിനിമ, ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ സിനിമ കണ്ടിട്ടില്ല, കാണാൻ ഇന്നലെ എത്തിയുള്ളൂ. നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിച്ചു വരുന്നുള്ളൂ, ഉടൻ കാണും. പക്ഷേ അഭിപ്രായങ്ങൾ കൃത്യമായി കണ്ടവരിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വെറുതെ നമ്മൾ ബേസിലിനോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. അപ്പോൾ നമ്മുടെ സഹപ്രവർത്തകൻ പറഞ്ഞത് ബേസിലിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രമാണ് എന്നാണ് ഞങ്ങളുടെ സഹപ്രവർത്തകനായ ശരത് എന്നോട് ബേസിലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് പലരും പറയുന്നത്. ബേസിൽ എങ്ങനെയുണ്ട്? സന്തോഷം. അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്ന പോലെ പൊന്മാൻ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും പൊന്മാൻ ആണ് ആക്ച്വലി. പൊന്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പൊന്മാൻ ആണ്. അതായത് പൊന്നുമായിട്ട് ബന്ധപ്പെട്ട കുറേ മനുഷ്യരുടെ കഥയാണ് അതിൽ. സ്പെഷ്യലി നായകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന അജേഷ് പി എന്ന് പറയുന്ന ഒരാളുടെ ഒരു സർവൈവലിൻ്റെയും ഒരു പോരാട്ടത്തിൻ്റെയും കഥയാണ് ഈ പൊന്മാൻ. അതുകൊണ്ടാണ് പൊന്നാണ് ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്നത് പൊന്നുമായിട്ടാണ്. അതുകൊണ്ടാണ് പൊന്മാൻ എന്നുള്ളൊരു ടൈറ്റിലേക്ക് വന്നത്. എന്നാൽ പക്ഷേ നമുക്കറിയാം പക്ഷി നീല പൊന്മാൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഫെമിലിയറുമാണ്, എന്നാൽ അതുമല്ല, ഇത് പൊന്മാൻ ആണെന്നുള്ളതാണ്. അപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഈ പറയുന്ന നല്ല ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട്, GR ഇന്ദുഗോപൻ സാറിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ നോവലിന് വളരെയധികം ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറും കഥാപാത്ര സൃഷ്ടികളൊക്കെയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി നമുക്കും അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത്. അത്രയും ഡെപ്തിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ്. അതാണ് എനിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രം എന്നൊക്കെയുള്ള രീതിയിലാണ് പൊതുവെ എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ബേസിൽ ഇന്നലെ ഈ റിലീസിന് തലേന്ന് മിനിങ്ങാന്ന് ഞങ്ങൾ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു. അതായത് ഈ ടീം ആരൊക്കെയാണ്, ഇപ്പോൾ ജ്യോതിഷ്, ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ, രാജേഷ് ശർമ്മ, ഇന്ദുഗോപൻ, അവരെല്ലാം അടങ്ങുന്ന ടീം, ഞങ്ങളുടെ അവതാരകയായ മൂത്തിയുമൊക്കെ ആ സംഘത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അതിൽ ജ്യോതിഷ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്ദുഗോപൻ അത് കഥയാക്കി, പിന്നെ അത് സിനിമ ചെയ്യണമെന്ന ഒരാഗ്രഹം വരുമ്പോൾ ആര് ചെയ്യണം, പലരുടെയും അടുത്ത് പോയി. അങ്ങനെയാണ് ഇതിലെ കഥാപാത്രത്തിന് ബേസിലാണ് അനുയോജ്യൻ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കഥയാണ് കൊടുത്തത്. അപ്പോൾ ആ കഥ വായിച്ച ശേഷമാണ് ബേസിൽ ശരി ഓക്കെ നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ആ സംഘം ഒരു ബേസിൽ? ഇപ്പോൾ അറിയാം, ഇനി ഞാൻ അഭിനയത്തിൻ്റെ ഒരു ഇടവേള എടുക്കുന്നു, സംവിധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ട സമയമാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ ഇവർ വന്നപ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ, അതോ ഇപ്പം ഇങ്ങനെ നൈസായിട്ട് ഹിറ്റ് അടിച്ചു പോകുന്ന ഒരു ഫീലിൽ തന്നെ അങ്ങ് എടുത്താണോ? അല്ലല്ല, ഞാൻ കുറച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കഥയായിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ബുക്കുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതപ്പോൾ ഇങ്ങനെ ഇപ്പം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പറയണം. പക്ഷേ ആ ബുക്ക്, പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ആ ബുക്ക് വന്നിട്ടുണ്ട്. ആ ബുക്കിൽ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ട്, അപ്പോൾ എന്തായാലും അത് വായിക്കണം. അവരാ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അത് വായിക്കണം, അതിൽ അജേഷ് പി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, അതാണെങ്കിൽ അതെന്തായാലും ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാനപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഉണ്ടോ എന്നാൽ പിന്നെ ഒന്ന് വായിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ബുക്ക് വായിച്ചത്. ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ശരി, ഇനിയിപ്പോൾ കുറച്ച് സംവിധാനത്തിൽ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഈ ക്യാരക്ടർ ചെയ്തിട്ട് അത് വേറെന്തും ആലോചിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഇത് ഏറ്റെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ജ്യോതിഷേട്ടനെ വിളിച്ച് നമുക്കിത് ചെയ്യാം. അങ്ങനെ ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണിത് ഏറ്റെടുത്തത്. അത്രയും രസമുള്ളൊരു ബുക്കാണത്. അതിൻ്റെ പ്രത്യേകിച്ച് ഈ അജേഷ് പി എന്ന് പറയുന്ന ക്യാരക്ടറും അയാളുടെ ഒരു പോരാട്ടമുണ്ട് ആ സിനിമയിൽ. അത് ഭയങ്കര ഇൻസ്പിറേഷനാണ് ആക്ച്വലി. എനിക്കും പേഴ്സണൽ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഏതറ്റം വരെ പോയാലും ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പോരാടി ജയിച്ച് കയറി വരുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കുറേ ചെറുപ്പക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് അതെന്തായാലും ചെയ്യാം. പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്, സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരു വിഷയം. പൊന്ന് നമുക്ക് ജീവിതത്തിൽ പല രീതിയിലാണ്. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ പൊന്ന് ഒരു വില്ലനായിട്ട് വരുന്ന ഒരു കഥാപാത്രമായിട്ട് വരുമല്ലോ. അപ്പോൾ ആ പൊന്ന് എത്രമാത്രം ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അച്ഛന്മാരും ആങ്ങളമാരും ഈവൻ ആ പെൺകുട്ടി പോലും ഒരുപാട്
ഒരു ബാധ്യതയായിട്ട് മാറുന്നു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലേക്ക് എത്തുമല്ലോ. സ്ത്രീധനം കൊടുക്കണം, കുറേ പൊന്ന് ഇത്ര പവൻ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനത്തെ വിക്ടിമായ കുറേ ആണുങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പോകുന്ന ഒരു സിനിമയാണ് സ്ത്രീധനത്തിന്. സാധാരണ സ്ത്രീധനം ബേസ് ചെയ്തിട്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് വിക്ടിമായിട്ടുള്ളൊരു പെൺകുട്ടീനെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന സിനിമയായിരിക്കുമല്ലോ. ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകളും അവളുടെ കണ്ണുനീരെന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള അവളുടെ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും ആ സിനിമ. പക്ഷെ അതല്ലാതെ ഇതിനാൽ വലയുന്ന ആണുങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കഥ പറയുന്ന അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും പൊന്മാന എല്ലായിടത്തും നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരും സിനിമയ്ക്ക് നല്ല റിവ്യൂ ആണ് ബേസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട്, ഇപ്പോൾ ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമകൾ ഓരോ ആഴ്ചയും തിയേറ്ററുകളിൽ എത്തുന്നു എന്നൊരു സംസാരം കൂടിയുണ്ട്. ബാക്ക് ടു ബാക്ക് ഹിറ്റുകളാണ്. ബേസിൽ എന്ന നടൻ 0 ഹേറ്റേഴ്സ് ഉള്ള ഒരു നടൻ എന്ന് തന്നെ പറയാം. ബേസിലിന്റെ ചിരി. അതുപോലെ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ബ്രേക്ക് എടുത്ത് പോകുന്നു എന്ന് പറഞ്ഞു. സംവിധാനം ചെയ്യുന്ന സിനിമ നമുക്ക് എപ്പോൾ തിയേറ്ററിൽ കാണാൻ കഴിയും? അത് കുറച്ച് സമയമെടുക്കും. അതിന് ആ സിനിമയുടെയൊക്കെ അംബിഷൻസും ആസ്പിറേഷൻസ് ഒക്കെ വലുതായതുകൊണ്ടും സ്കെയിലൊക്കെ വലുതായതുകൊണ്ടും അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ അത് എത്രയും പെട്ടെന്നൊരു തീരുമാനമായി അതിലൊന്ന് ട്രാക്കിലേക്ക് ആവാൻ ഈ വർഷമൊക്കെ തന്നെയായിട്ട് സംഭവിക്കുമായിരിക്കും. പക്ഷേ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇനിയും കുറച്ച് സമയം എടുക്കും എന്തായാലും. അതിൻ്റെ ഇടയിൽ ഇനിയും 1-2 പടങ്ങൾ അഭിനയിച്ച പടങ്ങൾ വരേണ്ടി വരും. എന്നെ ഇച്ചിരിയും കൂടെ സഹിക്കേണ്ടി വരും. പറയുന്ന മരണമാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ് ലാലേട്ടന്റെ ഡയലോഗ് ഇഷ്ടമാണ് അല്ലേ എന്ന് പറയുന്ന പോലെ ബേസിലിന് പറയാം. ആ ഇഷ്ടം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ. അല്ലെ അജേഷ് ടി പി ഇപ്പൊ അത് ബേസിൽ പറഞ്ഞത് ബേസിലിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഥാപാത്രമാണെന്ന് പറഞ്ഞു. എനിക്ക് ബിബിൻ ആറ്റ്ലിയുടെ ഹോംലി മീൽസിൽ ഒരു വീഡിയോ എഡിറ്റർ കഥാപാത്രമായിട്ടൊരു ചെക്കൻ അല്ലെ ഒരു പയ്യനായിട്ട് ബേസിലിനെ കാണുമ്പോൾ ചേട്ടാ അന്ന് കാണുന്നവർക്ക് കുറേ അല്ലേ കഥാപാത്രങ്ങൾ ഒരാൾ പറഞ്ഞ ആൾ കൊള്ളാലോ എന്ന് ശ്രദ്ധിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആക്ടറും ഡയറക്ടറും ഒക്കെ ആയി മാറുമെന്ന് ഒരുപക്ഷെ അന്ന് കണ്ടവർ ബേസിൽ പോലും അന്ന് ചിന്തിച്ചൊന്നേക്കില്ല. പക്ഷെ ബേസിലെ മനസ്സിലുണ്ടായിരിക്കും ആ ഫയറാണ് ഇതുവരെ എത്തിച്ചല്ലേ. അതാണ് ആ ഒരു റിലേഷൻ തോന്നുന്നു അല്ലേ? അതെ 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 ആ ഇമ്പോസിബിലിറ്റീസ് ആണല്ലോ. ഒന്നും നടക്കില്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് നടത്തിയെടുത്ത് കാണിക്കുക എന്നുള്ളതാണല്ലോ. അതായിരുന്നു ഈ പറയുന്ന എത്ര താഴെ പോയാലും എല്ലാം ഓക്കെയാണ്, തിരിച്ചു പിടിക്കും. അത് തന്നെയാണ് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. പോരാട്ടമാണ് ലൈഫ്. കിട്ടുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യണം. പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഞാൻ എന്നാണ് അജേഷ് പറയുന്നത്. അപ്പോൾ അതാണ് അജേഷിൻ്റെ ഒരു ഐഡിയോളജി. അപ്പോൾ അത് അവസാനം വരെ അജേഷ് അത് മെയിൻറ്റെയിൻ ചെയ്യും. അല്ല ഇത് ഇപ്പോൾ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ സഹപ്രവർത്തനം പറഞ്ഞു തന്നെയാണ് ഇതിലെ ഡയലോഗ്സ് അതിമനോഹരമാണ്. ഈ ജ്യോതിശങ്കറിനെ കുറിച്ച് കൂടി, കാരണം ഭ്രമയുഗത്തിനെയൊക്കെ നമ്മളെ ഭ്രമിപ്പിച്ച സെറ്റ് ചെയ്ത ആളാണ് ഈ ഒരു സിനിമ ആയിട്ട് വരുന്നത്. എനിക്കപ്പോൾ ബേസിലിനൊരു കൗതുകമായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സെറ്റൊക്കെ ചെയ്ത ഒരാൾ അദ്ദേഹം ഒരു സംവിധായക വേഷത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിന് പ്രാധാന്യം നൽകുമോ അതോ കഥയിലേക്കാണോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അല്ലേ? അങ്ങനെ ഒരു എന്തായിരുന്നു ജ്യോതിശങ്കർ സമീപിക്കുമ്പോൾ ബേസിലിന് തോന്നിയത്? ബേസിൽ ഒരു സംവിധായകൻ കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ നിലനിന്ന്? അതെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഈ പറയുന്ന കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയുഗം എന്നൊക്കെ പറയുന്ന ഒരുപാട് അവാർഡ് പോലും വിന്നിങ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ് ജ്യോതിഷേട്ടൻ. അപ്പോൾ അദ്ദേഹം സിനിമ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കഥയാണ് ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് പൊന്മാൻ. അപ്പോൾ ഈ 4-5 ചെറുപ്പക്കാരിലെ ഒരു ചെറുപ്പക്കാരൻ ആ കാലത്ത് ജ്യോതിഷേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കഥയായതുകൊണ്ടും ചുറ്റും കണ്ട ക്യാരക്ടേഴ്സും ഈ പറയുന്ന ചുറ്റുവട്ടങ്ങളും അവിടുത്തെ സെറ്റിങ്ങും എല്ലാം വളരെ സിമിലർ ആയിട്ടും പേഴ്സണൽ ആയതുകൊണ്ട് അതിനെ വളരെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കാൻ ഉള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഡീറ്റെയിലിങ്ങുകളും ക്യാരക്ടേഴ്സിൻ്റെ ചെറിയ ചെറിയ ന്യൂആൻസസും മാനറിസങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ എന്നുള്ളത് പുള്ളി പേഴ്സണലും കൂടെ ആയതുകൊണ്ട് ആസ് എ സംവിധായകൻ അതിനെ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ടുള്ള ഈ പറയുന്ന കൊല്ലം ആ തീരദേശ മേഖല, മൺട്രോ തുരുത്ത് എന്നൊക്കെ പറയുന്ന ഏരിയകളിലൊക്കെ ഉള്ള ജീവിതമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഫ്രെയിമുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കലാസംവിധായകൻ്റെ കണ്ണും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഡയലോഗ്സിൻ്റെ ഡയലോഗ്സ് തീർച്ചയായിട്ടും GR ഇന്ദുഗോപൻ സാറിൻ്റെ മിടുക്ക് തന്നെയാണ്. ഒപ്പം ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്. ജസ്റ്റിനും ഉണ്ട് ഇതിൻ്റെ അകത്ത് കോറൈറ്ററായിട്ട്. ഇവരാണ് ഇതിൻ്റെ ഡയലോഗ്സൊക്കെ
ആ ഡയലോഗ്സ് ബുക്കിലെ ഡയലോഗ്സ് തന്നെ ഭയങ്കര നല്ലതായിരുന്നു. ആ ഡയലോഗ്സ് എങ്ങനെയെങ്കിലും മാക്സിമം സ്ക്രിപ്റ്റിലേക്ക്, തിരക്കഥയിലേക്ക്, സ്ക്രീനിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യം മുതലെയുള്ള ഒരു വെല്ലുവിളി. കാരണം ബുക്ക് സിനിമയാകുമ്പോൾ പലപ്പോഴും അത് അങ്ങനെ വിജയിക്കാറില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വിജയിക്കണമെന്നില്ല. ബുക്ക് വായിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ ഇമാജിനേഷനും അത് അയാളുണ്ടാക്കുന്ന ലോകങ്ങളും ക്യാരക്ടേഴ്സിനും ഉള്ള പോലെ അല്ല സിനിമയിലേക്ക് നമ്മൾ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അത് അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിലെ പലതും ചോർന്നു പോകുമായിരിക്കും, അതിൻ്റെ സോള് ചിലപ്പോൾ മിസ്സാകുമായിരിക്കും. പക്ഷെ അത് ഇല്ലാതെ മാക്സിമം അതുമായിട്ട് തന്നെ ഒത്തിണങ്ങി അതിൻ്റെയോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു രീതി തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഡയലോഗ്സൊക്കെ അതേപോലെ തന്നെ ബുക്കിലുള്ള പോലെ തന്നെ മാക്സിമം സ്ക്രീനിലേക്ക് എത്തണം എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയലോഗ്സിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ റൈറ്റേഴ്സിന് തന്നെയാണ്. ശരി ബേസിൽ, അതോടൊപ്പം കൂടെ അഭിനയിച്ച സജിൻ ഗോപോ, ലിജോ മോൾ, അവരുടെയൊക്കെ അഭിനയം അതിനെക്കുറിച്ചും വലിയ പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്. അതെ, വലിയൊരു മാറ്റം സജിനിലെ ഒരു ഫിസിക്കലിയും ഒക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതെ, സജിനും ലിജോ മോളും ഒക്കെ ഭയങ്കര കാലിബറുള്ള ഇനി നാളത്തെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആക്ടേഴ്സിൽ പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ക്യാരക്ടർ റോൾസ് ആയിട്ടും അല്ലാതെ നായക വേഷങ്ങളിലൊക്കെ സജിൻ തിളങ്ങാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി ഒരുപാട് വലിയ സിനിമകൾ സജിൻ വരാൻ പോകുന്നതാണ്. സജിൻ്റെ പൈപ്പ് ലൈനിലുള്ള സിനിമകളൊക്കെ വലിയ സിനിമകളാണ്. അപ്പോൾ സജിൻ അംബാനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്യാരക്ടറാണ് ഇതിലെ മരിയാനോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കാണാൻ പോകുന്നവർക്ക് മനസ്സിലാവും. അത് അംബാനെ ശ്രദ്ധിക്കുക, അംബാനെ ഓഫാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നോക്കാണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു അംബാനെ അല്ല ഇതിലെ മരിയാനോ എന്ന് പറയുന്നത്. മരിയാനോ മല പോലെ നിൽക്കുന്ന, പാറ പോലെ നിൽക്കുന്ന മരിയാനോ എന്നൊക്കെയാണ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്ക്രീനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചായിരുന്നു. കരിമ്പാറ നിൽക്കുന്ന പോലെ നിൽക്കുന്ന മരിയാനോ എന്നൊക്കെ ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു വിഷ്വൽ സിനിമയിലേക്ക് എത്തുമ്പോൾ അതേ രൂപവും ഫിസിക്കും ഒക്കെ എത്തിക്കുക എന്ന് പറയുന്നതിന് സജിനെ ഇപ്പോൾ അംബാനിൽ നിന്ന് പിന്നെയും വെയിറ്റ് കൂട്ടി കുറച്ചുകൂടെ ബോഡിയൊക്കെ അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുത്ത് വള്ളം തുഴയാൻ പഠിക്കുന്നു. ആ തീരദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് പുള്ളി. അപ്പോൾ അങ്ങനെ കായൽ കൃഷിക്കാരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി വഞ്ചി തുഴയാൻ പഠിക്കുന്നു. 2 ആഴ്ച അവിടെ പോയി തന്നെ നിന്ന് ഇത് പഠിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ലിജോ മോളാണെങ്കിലും ജയ് ഭീമിന് ശേഷം ലിജോ മോൾ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഒന്നാണ് പൊന്മാൻ. അപ്പോൾ ലിജോ മോളും സ്റ്റെഫി ഗ്രാഫ് എന്നാണ് ലിജോ മോളുടെ ക്യാരക്ടർ. ചെറിയ ചെറിയ എക്സ്പ്രഷനിലും ഭാവങ്ങളിലൊക്കെ ഒരുപാട് ആ ക്യാരക്ടറിൻ്റെ കുറേ ബേർഡൻ കുറച്ച് അധികം ഷോൾഡറിൽ പേർന്നൊരു ക്യാരക്ടറാണ്. അത് ഭയങ്കര മനോഹരമായിട്ട് ലിജോ മോളും പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആനന്ദ് മന്മഥൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹവും ജയജയഹയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹവും ബ്രൂണോ എന്ന് പറയുന്നൊരു ക്യാരക്ടർ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലിജോ മോളുടെ ആങ്ങളയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ മുകേഷ് ഏട്ടൻ്റെ സിസ്റ്റർ സന്ധ്യ ചേച്ചി നാടക നടിയാണ്. അവരുടെയും നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. ജയ ചേച്ചി അവരും നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അവരുടെയും. അങ്ങനെ കുറേ നാടകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, പിന്നെ കൊല്ലത്ത് തന്നെയുള്ള അവിടുത്തെ തന്നെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ആക്ടേഴ്സ്, എല്ലാം പുതിയ ആൾക്കാരൊക്കെ തന്നെയാണ്. എല്ലാം വളരെ ഈ പറയുന്ന കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി എല്ലാം അവിടെയൊക്കെ തന്നെയുള്ള ആ ചുറ്റുവട്ടത്തൊക്കെ തന്നെയുള്ള ആൾക്കാരും നാട്ടുകാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ആ സിനിമയ്ക്കുണ്ട്. ഭയങ്കര ഒത്തൻറ്റിക്കാണ് ഈ സിനിമ. ഭയങ്കര ഓണസ്റ്റായിട്ട് ചെയ്ത സിനിമയാണ്. ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തതാണ് എല്ലാവരും. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതെ, ഇത് എടുത്തിട്ടുള്ളവരാണെങ്കിലും അതെ. ഈ സിനിമയ്ക്ക് ഒരു നോവൽറ്റി ഉണ്ട്. ഇത് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തണം, അതിൻ്റെ ഇമോഷൻസും ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം എത്രയും മനോഹരമായിട്ട് എന്നാൽ കമേഴ്ഷ്യലായിട്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ കമേഴ്ഷ്യലി പാക്കേജ്ഡ് ആയിട്ട് എൻ്റർടൈൻഡ് ആയിട്ട് തന്നെ ഓഡിയൻസിൽ ഇത് എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലർ സിനിമയായിട്ട് വന്നാൽ മാത്രമേ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് എത്തുള്ളൂ. ഒരു ഓഫ് ബീറ്റ് അവാർഡ് കിട്ടുന്ന സിനിമ എടുത്തിട്ട് പക്ഷേ അത് നാട്ടുകാർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. ഒരു പോപ്പുലർ മീഡിയത്തിലൂടെ, പോപ്പുലർ സിനിമയിലൂടെ, ഒരു കമേഴ്ഷ്യൽ സിനിമയിലൂടെ നമുക്ക് കുറേ പറയേണ്ട കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജെന്യുവിനിറ്റിയും ഓണസ്റ്റിയും സത്യസന്ധമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സത്യസന്ധത ഈ സിനിമയിൽ ഉടനീളം സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അത്ര സത്യസന്ധതയുണ്ട്. എനിക്ക് തോന്നുന്നു ജ്യോതിശങ്കർ അടങ്ങുന്ന ആ ടീം ബേസിലിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന പെർഫോമൻസും ഇപ്പോൾ ബേസിലിൻ്റെ ഈ സംസാരത്തിലും അവരെത്രത്തോളം ഒരാളെ പ്രതീക്ഷിച്ചു അത് അതേ രീതിയിൽ കൊടുക്കാൻ ബേസിലിന് കഴിഞ്ഞുവെന്ന് വാക്കുകളിൽ വ്യക്തമാണ്. ആ സിനിമ എന്തായാലും ഗംഭീരമായി തന്നെ പ്രേക്ഷകർ സ്വീകരിക്കും. നമുക്ക് സിനിമയിൽ നിന്ന് മാറി ഒന്ന് സംസാരിക്കാം. മുട്ടപ്പഫ് കഥയൊക്കെ ഇപ്പോൾ അല്ലേ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയാണ്. ഇത്തരം ഈ ട്രോളുകളും അല്ലെങ്കിൽ തഗ് ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് ബേസിലൊക്കെ ആസ്വദിക്കുന്നത്? ടോവിനെ അടക്കമുള്ളവരായിട്ട് നിങ്ങളുടെ ഈ തഗ് അല്ലെങ്കിൽ ട്രോൾ സംസാരങ്ങൾ എങ്ങനെ പോകുന്നു?
നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതൊക്കെ ഒരു രസം, നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണമല്ലോ. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമുള്ളത്. ഞങ്ങളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീലുകൾ ഷെയർ ചെയ്യും, അങ്ങനെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഫോട്ടോ ടൊവിനോ 2 വൻമരങ്ങൾക്കിടയിൽ പറഞ്ഞ് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് മുട്ട പപ്സിലെ മുട്ടയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ആയിട്ടൊന്നുള്ളൂ. അത് പക്ഷേ ഇങ്ങനെ അത് ഈ ആൾക്കാരും പിള്ളേരൊക്കെ എന്തെങ്കിലും അവരത് ഏറ്റെടുക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് AI വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് മുട്ട പപ്സ് തിന്നുന്ന വീഡിയോ ആയിട്ട് വരെ അതൊക്കെ ഉപയോഗിച്ച് പുറത്തു പോകുന്നു. അത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വെറുതെ ഒരു തമാശ കമൻ്റായിട്ട് മാത്രമേ അത് കണ്ടുള്ളായിരുന്നു. അങ്ങനെ പല രീതിയിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ എവിടെ പോയാലും ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് വരും എന്നൊക്കെ പറഞ്ഞ് ക്യാമറയായിട്ടൊക്കെ വരും, ഇങ്ങനെ വരും ഷെയ്ക്ക് ഹാൻഡ് വരും. അപ്പോൾ ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ കഴിഞ്ഞപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ആകുമ്പോൾ കൈ വലിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കയറിപ്പോൾ അങ്ങനെ പല രീതിയിലത് രസമാണ്. ഇതൊക്കെ ഒരു രസമല്ലേ. ആൾക്ക് ആരും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ഉപദ്രവമൊന്നുമില്ല, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പൂത്തിരി പോലെ അങ്ങ് ആളിപ്പടർന്ന് കത്തിക്കോളും. അതെ, ആർക്കും ഉപദ്രവമില്ലാത്ത ഇതൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി, വേറൊരു കുഴപ്പമില്ല. ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ എൻ്റർടൈൻഡ് ആവുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം. ഈ എല്ലാവരും ബേസിൽ ഇപ്പോൾ അടുത്ത സിനിമയുടെ കാര്യം പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് മിന്നൽ മുരളി അടുത്ത ഭാഗം വരുമോ, ഇനി ഏത് സിനിമയുടെ യൂണിവേഴ്സിലാണ് ഇത് വരുന്നത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ്. അപ്പോൾ അടുത്ത പ്രോജക്റ്റ് ഏതാണെന്ന് വെളിപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങളുണ്ടോ, അതോ എല്ലാം സർപ്രൈസ് സ്ഥാനമായിട്ട് സൂക്ഷിച്ചേക്കാണോ? പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. ഇല്ല, അടുത്ത ഡയറക്റ്റ് ചെയ്യണ സിനിമയെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല. എല്ലാം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അപ്പുറത്ത് വലിപ്പമുള്ള സിനിമകളാണ്. നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് പല കോർപ്പറേറ്റുകളും വലിയ ആക്ടേഴ്സൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രം അങ്ങനെ നിന്നിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള സമയവും ഒക്കെ ആയിട്ട് ഒരു പൊസിഷനിൽ എത്തണം, എന്നാലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അഭിനയിക്കുന്ന സിനിമ ചിത്രം പ്രതീക്ഷിച്ചോളൂ എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ? ഒരു വമ്പൻ സംഭവം പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള നടക്കും. അതല്ലേ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ആരാധകർക്കുണ്ട്. ബേസിൽ ജോസഫ് ഡയലോഗ് പറഞ്ഞത് നടക്കും. അതെ, നടക്കും. അതെ നടക്കും. സന്ധ്യ, നമ്മൾ ബേസിലിനെ പ്രതീക്ഷിക്കുന്ന ഞങ്ങളെല്ലാവരും ബേസിലിനെ പ്രതീക്ഷിക്കുന്ന കനകക്കുന്നിലെ ഫെസ്റ്റിവലിലേക്ക് കൂടിയാണ്. അതെ, മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിലേക്കാണ് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ബേസിലിനെ കാണാനും ബേസിൽ അഭിനയം നിർത്തുന്നു, സംവിധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ അങ്ങനെ പോയാൽ ശരിയോ, ഇനിയും നല്ല കഥാപാത്രങ്ങൾ വേണ്ടെന്ന് ചോദിക്കുന്നവരുണ്ടാകും. ബേസിലിൻ്റെ നിന്ന് നല്ല സിനിമ സംവിധാന രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇപ്പോഴത്തെ ഹിറ്റുകളെക്കുറിച്ച് എന്താണ് അതിൻ്റെ വിജയമന്ത്രം എന്ന് പറയാൻ തേടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടോ? അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ ആ ഒരു നല്ല സെഷൻ? കായൽ, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കും എന്തായാലും വരെ. ഇന്ദുഗോപൻ ചേട്ടനുമായിട്ട് ഒരു സെഷൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ TR ഇന്ദുഗോപൻ ചേട്ടനുമായിട്ട്. എന്തായാലും മാക്സിമം ശ്രമിക്കും. എന്തായാലും അതും നടക്കട്ടെ. നമ്മൾ അതിലും ഉള്ള ഒരു കാത്തിരിപ്പിലാണ്. ബേസിലിനെ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ബേസിൽ സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ വരണം എന്ന് തന്നെ പറയുകയാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു ക്ഷണമായിട്ട് കണ്ടത്, ബാക്കിയൊക്കെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ രീതിയിൽ നടക്കും. അപ്പോൾ മലയാള സിനിമയുടെ പൊന്മാനായി ഇനിയും ഒരുപാട് തുടരട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നല്ല. ഇനി എത്ര സിനിമയാണ് ഇറങ്ങാനുള്ളത്? സംവിധാനത്തിന് മുമ്പ് 3 അല്ലേ? ഒരെണ്ണം മരണമാസം മാത്രം. അതെ, ഒന്നുകൂടി. അപ്പോൾ അതുകൂടി ഇതേ ഹിറ്റ് വഴിയിൽ അതിൻ്റെ റിലീസും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അല്ലേ ഒരു സംവിധായക ബേസിലിനെ നമുക്ക് കാണാനുള്ള അവസരം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ബേസിലിൻ്റെ മുഖത്തും പൊന്മാന് കിട്ടുന്ന പ്രതികരണത്തിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ സിനിമാ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് ആ സിനിമ ഇങ്ങനെ ജൈത്രയാത്ര തുടരട്ടെ അല്ലേ? ഒരുപാട് സ്വർണം ബോക്സ് ഓഫീസിൽ മാറ്റി. ഒരുപാട് സന്തോഷം ബേസിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.